Guys, welcome to our channel. Nowly, our channel's name is FC Hunter. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ പറയാം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ഒന്നര മണിക്കൂർ ചിലവഴിച്ച് ഒരു പാക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം ഒരു 30 കളി കംപ്ലീറ്റ് ചെയ്താൽ അത് കിട്ടും. അപ്പം നമുക്കത് ഫസ്റ്റ് തുറക്കണോ? തുറക്കാം. ഗായ്സ്, അപ്പോൾ നമ്മൾ തുറക്കാം. എൻ്റെ റൈറ്റ് വിങ്ങൊക്കെ ഇരിക്കണ ഈ വൈറ്റിന് എന്നുവെച്ചാൽ എൻ്റെ റൈറ്റ് ബാക്കായിട്ടുള്ള വൈറ്റിനെയാണ് വാങ്ങിക്കൊണ്ടല്ലേ. അതാണ് ഞാൻ അടുത്തിപ്പോൾ ലെഫ്റ്റ് റൈറ്റ് വിങ് ആയിട്ട് ഇട്ടേക്കണം. ഇതിൽ നിന്നെല്ലാം കിട്ടി. അയ്യോ 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 റോഡറി ബാങ്ക് തന്നെ കിട്ടിയെന്നേ കൊണ്ടായിരുന്നു. അപ്പോൾ നമുക്കിത് നല്ല പ്ലെയറിനെ കിട്ടാൻ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അയ്യോ അല്ല അയ്യോ അയ്യോ ഗായ്സ് വലിച്ചു പോയിട്ടോ. ഇതെന്താണ് ഗൈസ്? സെൻട്രൽ മിഡ് 92ൻ്റെ ഡീപ്പോല് എന്തിനാണോ എന്തു ചേടാ, ഇത് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കാർഡ്. എൻ്റെ 1.5 മണിക്കൂർ ഗൈസ് ഇതിന് വേണ്ടി കളഞ്ഞത്. 1.5 മണിക്കൂർ. പോട്ട് കോളോമുലാനിക്ക് വരും ഒരു സ്ട്രൈക്കറിനെ കിട്ടിയല്ലോ. ഇങ്ങനെ ആശ്വസിക്കാം. നമുക്ക് ആൾട്ട ബിൽഡ് കൊടുത്തു. നൈസ്. നമുക്കില്ല എക്സ്ചേഞ്ച് ഒരു കൂബോയെ കിട്ടിയില്ലേ. എൻ്റെ കഴിഞ്ഞ അക്കൗണ്ടിൽ 93ൻ്റെ കൂബയൊക്കെ ഉണ്ടായിരുന്നു കേസ്. അതിനെയൊക്കെ അടിച്ച് കളഞ്ഞതാ. വേണ്ടെന്ന് പറഞ്ഞ് അടിച്ച് കളഞ്ഞ കാർഡുകളാണ് എല്ലാം അടിച്ച് കളയാൻ. എന്തിനാണ് ചുമ്മാ ടീമിൽ കിടന്ന് ഞവിക്കും. നമുക്ക് ഇനി പോയ മറ്റേ എക്സ്ചേഞ്ച് അടിച്ചു നോക്കിയാലേ. ഇത് അമ്പൽ അമ്മ 2 രൂപ ഇടാം. പിന്നെ അപ്പോഴും ഇതെന്താ ഇങ്ങനെ എന്നിട്ടും എത്തുന്നില്ല. അപ്പോൾ യവനെയും കൊടുക്കാം. എന്നിട്ട് യവനെയും കൊടുക്കാം. എന്നാലും അനുവദിക്കൂല. എന്നാൽ നമ്മൾ യവനെ അങ്ങ് വിടും. യവനെ കൊടുത്താൽ സമ്മതിക്കുമോ? ഇല്ല. എന്നിട്ട് യവനെ കൊടുത്താലേ അപ്പം നമ്മൾ യവനെ അങ്ങ് വിടും. എന്നിട്ട് യവൻ്റെ ഈ കടം കൂടെ കൊടുക്കും. ഗായ്സ്, നമുക്ക് അവസാനം അത് കിട്ടിയിട്ടുണ്ട് ഗായ്സ്. വലുതായിട്ടൊന്നും കിട്ടൂല, എന്നാലും വല്ലതും കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് ഞാൻ തുറക്കുകയാണ്. എൻ്റെ കൈ ഉണ്ടായിരുന്ന ഒരുപാട് പ്ലേസിനെ എഴുതി കൊടുക്കുകയാണ് ഗായ്സ്. എന്തായാലും പോകാനുള്ളതൊക്കെ പോവും. നമുക്ക് പിന്നെ വല്ലതും കിട്ടി പോയി. അത് തന്നെ എല്ലാത്തിലും ഉള്ളത്. ടോട്ടി വാക്കൗട്ട് ചെയ്തു. സെഞ്ചുറി എന്തൊക്കെ കിട്ടുമെന്ന് പറയുകയാണ് നോക്കുന്നത്. ഗോൾ കീപ്പർ ആരാണിത്? എനിക്ക് വേണ്ട. ഇതെനിക്ക് വയ്യ. 90ൻ്റെ ഈ ലംബാണ് എനിക്ക് വേണ്ട. ഇത് എന്ത് പാക്കാണ് പോവാത്ത. ഞാൻ പറയുന്നില്ല, ഇതെനിക്ക് വയ്യ. ഇതുണ്ട് ആളുണ്ടോ? സെഞ്ചുറീൻസ് എല്ലാം നേരത്തെ കിട്ടി. നമുക്ക് സെഞ്ചുറീൻസ് തരണം. എന്തൊക്കെ കിട്ടുമോ? പാക്കോട്ട് രാജ്യത്ത് റൈറ്റ് വിട്ട് ഒരുപാട് സാധനമുണ്ട്. 95 റൈറ്റ് വിട്ട് അത്യാവശ്യം നല്ല കാർഡാണ്. ഉപയോഗമില്ല, അത് വേറെ വരും. നോക്കി വെളിയിൽ പോയിട്ടേ 85 എക്സ്ചേഞ്ച് ഒന്നും കൂടെ അടിച്ചോ ഗൈസ്. അയ്യോ, ദീപോളിനെയൊക്കെ എടുത്ത് കളഞ്ഞത് ലോക മണ്ടത്തിലാണ് ഗൈസ്. നോക്കി എക്സ്ചേഞ്ച് ചെയ്യാൻ ആളുണ്ടോ? അയ്യോ, നമ്മളെ ഒരുത്തനുമില്ല ഗൈസ്. എന്ത് ചെയ്യാൻ? എന്താ ചെയ്യുക ഗൈസ്? ഇവിടെ ഒരു പരിപാടി ഉണ്ടല്ലോ. സ്റ്റോറിൽ നമുക്ക് 2 ഫ്രീ പാക്ക് കിട്ടുമല്ലേ? കിട്ടും. ഇതൊരു ഫ്രീ പാക്ക്. വേറെ അടിച്ചു കളയാം ഗൈസ്. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഇത് ഞാൻ 2 ഗൈസ്. ഇപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. നമുക്ക് നേരത്തെ ഈ എക്സ്ചേഞ്ച് 90 to 97 എക്സ്ചേഞ്ച് ചെയ്യുന്നത്
നമുക്കൊരു സെഞ്ചുറിയൻ പ്ലെയറിനെ കിട്ടിയ നമ്മൾ പിന്നെ എന്തിനാണ് ഈ പാക്ക് തുറന്നത്? ഇനിയിപ്പോൾ തിരിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഇനി എന്ത് ചെയ്യും? അയ്യോ പക്ഷേ എൻ്റെ ഓരോരോ മണ്ടത്തരങ്ങളെ. അയ്യോ ഇനിയിപ്പോൾ എവിടെ നിന്ന് പ്ലേയേഴ്സിനെ കിട്ടും? ഇതിന്നല്ലേ കിട്ടും? ഇതൊക്കെ കുറഞ്ഞു. നൈസ്. ഇതിൻ്റെ ഒരു മണ്ണാങ്കട്ടയും കിട്ടില്ല. അപ്പോൾ ശരി, ഞാനൊന്നും കളിക്കാത്ത. ഇനി 10,000 ഗുണവയ്ക്ക് വേണ്ടി ഇതിൽ കളിക്കണം. പുതിയ ഇവൻറ്റും അല്ലോ ഇതെന്താ? ആപ്പിളിൽ അപ്ഡേറ്റ്. നമ്മൾ കുറേ യൂട്യൂബിൽ കുറേ ചാനൽസ് കണ്ടേ. ഈ ഹീറോസിൽ വല്ലതും കളിച്ചെടുക്കാൻ പറ്റുമോ? ചില സമയത്ത് ചില കണക്ക് ചിലപ്പോഴൊക്കെ ചിലവിടത്ത് വെച്ച് ഇങ്ങനെയെങ്കിലും കിട്ടാറുള്ള 200 ടൈമുണ്ട്. ഒന്നും കിട്ടിയില്ലേ? ആ ട്രിപ്പ് ഇത് ഞാൻ തുറന്നു പോയി നോക്കിയിട്ടില്ല സംഭവം. എന്തിരിട്ടാണ് വേറെ ഉള്ളല്ലോ കണ്ടക്ടറാ. എന്തിരി കണ്ടക്ടർ ഞാൻ കളിച്ച് കണ്ടക്ടറിന് ഇവിടെ. ഓ അതിൻ്റെ പഴയ അക്കൗണ്ടായിരുന്നു. ഓയ് ഇവിടെ എത്തി എന്തെങ്കിലുമൊക്കെ തേങ്ങാക്കൊല കിട്ടും. ബട്ട് ഇതൊക്കെ കളിക്കുക എളുപ്പമെന്ന് പറയുന്നത് നമ്മുടെ മറ്റേ എന്തൊരു വീക്കെൻഡ് ഹോട്ടാ അങ്ങനത്തെ സംഭവം ഇല്ലല്ലോ. അതിലാണ് എളുപ്പമെന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് അതാകുമ്പോൾ പെട്ടെന്ന് കുറേ സാധനം കിട്ടും. ഇതും ഇങ്ങനെ എഴപ്പീര് എൻ്റെ പൊന്നോ ഇഴച്ച് നമുക്ക് ഒന്ന് കളിച്ച് വീഡിയോ കണ്ടാൽ 5 എണ്ണം പെട്ടിന്ന് 5 എണ്ണം. എനിക്ക് ഇരുന്ന് കളിക്കാൻ ഇങ്ങനെ പ്ലേയേഴ്സിനെ കിട്ടും. ഇതാണ് എനിക്ക് കാലി തന്നെ 70ൻ്റെ പ്ലേയേഴ്സ്. ഇവിടെ നിന്നും ഇതൊന്നും കിട്ടൂലല്ലോ. പിന്നെ ഇവർ 70ൻ്റെ പ്ലേയേഴ്സിന് വേണ്ടി ഇങ്ങനെ കിടന്നു ഞാൻ ചെയ്യണത്. ട്രെയിനിങ് മാച്ച് മറ്റേ ലീഗ് ഷെയർ ഇതൊക്കെയുണ്ട്. എന്തായാലും എല്ലാം കൂടെ 500 ഡയമണ്ട് കിട്ടും. ഇതെന്താണ് എന്തോ ഞാൻ ഫേസ്ബുക്കിൽ കയറിയിട്ടുണ്ട്. പ്ലേ ഗെയിംസ് എന്താ സാധനം? ഇതെന്താ സാധനം? ഇല്ല ഗൈസ്, ഞാൻ ചെയ്തിട്ട് വരാം. ഗായ്സ് എന്തെല്ലൊക്കെ പിടിച്ചിരിക്കുക. എൻ്റെ ജാമ്പാൻ്റെ കാലത്തുണ്ടായിരുന്ന അക്കൗണ്ടിലോട്ട് നമ്മൾ വന്നിരിക്കും. എന്ത് ചെയ്യാനാണിത്? എന്താ സാധനം? എന്തിനൊക്കെ എൻ്റെ ഓഫ് ദി സീസൺ യൂസ് റോട്ട് ദി ഫൈൻഡ് 2 എണ്ണം. സെർജിയോ റാമോസിൻ്റെത് ക്രെഡിറ്റ്. അയ്യോ ഇത് നമ്മൾ മറ്റേ എൻ്റെ ഈ അക്കൗണ്ട് 85 ഓവിയറിൻ്റെ കണ്ട അക്കൗണ്ടാണ്. അയ്യോ ഇതെന്തൊരു കേസ്. എനിക്ക് വയ്യ കൈസ്. എൻ്റെ എങ്ങനെയെങ്കിലും ഉണ്ടായിരുന്ന അക്കൗണ്ടാണ്. അയ്യോ ലാബർ കൂടാ. അല്ലേ സെർജിയോ റാമോസ് ഗെയിമുണ്ടൊക്കെ ചെയ്യണേ. മറ്റേ 5000 ലെവലപ്പിൻ്റെ 400 ഡയമണ്ടാക്കി. എനിക്ക് വയ്യ. എൻ്റെ അക്കൗണ്ട് പോയി. അയ്യോ എൻ്റെ എല്ലാം പോയി. അയ്യോ ഫൗണ്ടേഴ്സ് പോയിറങ്ങി. എനിക്ക് റാറ്റ് ചെയ്യാൻ സമയമില്ല ഗൈസ്. ലീഗ് പോലും ഓപ്പൺ ആയിട്ടില്ല ഗൈസ്. ഇതെന്നാ അക്കൗണ്ടാണ്? കളക്റ്റാ ഇതിലുണ്ട് 150 ഡയമണ്ട് ഉണ്ട്. ഇതൊന്നുമില്ല കൈ. നമുക്കിതിനെ നോക്കിക്കൊണ്ടിരിക്കാം. ഈ വിസിലിൻ്റെ സംഭവം തീർന്നില്ല ഇതിൽ. നൈസ് 1000 ഡയമണ്ട് മാർക്കറ്റ്. ഇത് നമുക്ക് ചെയ്യാം. അയ്യോ മൈ പ്ലേസ് ഇല്ല. ആരെ കൊണ്ട് നമ്മളിത്? ഇത് 2 മഷലാണുണ്ട്. ലെവൻഡോസ്കി കൊണാ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അക്കൗണ്ടാണ് ഗൈസ്. അമ്മരെയൊക്കെ പിടിച്ചിരിക്കാം. ഇങ്ങനെ കൊടുത്താൽ പോരെ. ഇത് എന്ത് അക്കൗണ്ടാണ് ഇത്? ഇത്ര പേര്? ഇത് 159. എൻ്റെ സാധാരണ 10-50 പേരെ കാണാറുള്ളൂ. ഇങ്ങനെ ഒത്തിരി അക്കൗണ്ടൊക്കെ ഞാൻ കണ്ടുകൊണ്ട് കാണുന്നത്.
നമുക്ക് കുഴപ്പമില്ല. ഈ അക്കൗണ്ടും കളിക്കാം, മറ്റേ അക്കൗണ്ടും കളിക്കാം. എൻ്റെ അക്കൗണ്ടും കളിച്ചു അറിയാമല്ലോ. ഇതായി എനിക്കറിയാം കേട്ടോ. ഇപ്പം ലീഗോ ഇനിയുണ്ടോ? പ്ലെയർ എക്സ്ചേഞ്ച്, ഓക്കെ. ടീം ബിൽഡിംഗ്, ഓക്കെ. മാനേജർ മോഡ്, സ്കിൽ മൂവ്സ്, ടൂർണമെൻറ്റ്, പ്ലെയർ എക്സ്ചേഞ്ച്, അതൊക്കെ ചെയ്തുള്ളേ. ടൂർണമെൻറ്റ് ഇതൊക്കെ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും നോക്കാം. ഇനി പറ്റില്ല പരിപാടി ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് അത് കയറിയ ഈസി പ്ലേയേഴ്സിനെ ഒപ്പിക്കാം. ഇത് തന്നെ യൂസ് ചെയ്യാം ഫൈനൽ. ഇതിൽ നമുക്ക് ഇതൊക്കെ ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് പരിപാടി വിനീനെ കൊണ്ട് ഞാൻ തോറ്റി. ഇതിൽ കയറിയിട്ട് ഒരു പരിപാടി ഉണ്ട് ഗൈസ്. ഇത് കളക്ട് ചെയ്യണം ആദ്യം. ഇതിപ്പം ഫസ്റ്റ് SC മൊബൈൽ കയറ്റുന്ന ഒരു പ്ലേയേഴ്സിന് എന്തായാലും 100% ഉറപ്പാണ് ഒന്നും എടുക്കാൻ പറ്റില്ല. ഇത് 100% ഉപകാരപ്പെടുന്നൊരു ഇവൻ്റാണ് ഈ സംഭവം. ഇത് നമ്മുടെ ഈവൻറ്റിൻ്റെ പേരും മറന്നു. അയ്യോ എൻ്റെ വായിലൊന്നും വരുന്നില്ല. യൂസ് ചെയ്യാം. ഈ പാക്ക് തുറന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഇതിൻ്റെ മെനക്കെടുന്നൊരു പാക്കാണ് തുറന്നത്. ഒന്നും കിട്ടിയില്ല. ജോബിലിപ്പായിരിക്കും കഴിച്ചു വിത്തീനി. കൊള്ളാം. ഡോക്കൂടി കൂടാക്കൂ നോക്കി. ഇത് വെച്ചൊരു 85 എക്സ്ചേഞ്ച് ചെയ്തല്ലേ. എൻ്റെ എമാരെയൊക്കെ ഇട്ടിട്ടാണ്. എമാരെ കിട്ടാൻ നല്ലൊരു ഇതാണ്. നല്ലൊരു ഇതിന് വേണ്ടി എന്താ എന്നെ ഇപ്പോഴും അവന്മാർ ടീം എഡിറ്റിങ് പഠിപ്പിക്കണതേ ഉള്ളൂ. സ്കിൽമോ അതിനോ ഇവിടെ ഇതിൻ്റെയൊക്കെ തലവരായിരുന്നേ ഒരു കാലത്ത്. നീയൊക്കെ എന്നെ ഒന്ന് പഠിപ്പിക്കണ്ടേ? നിനക്ക് എനിക്ക് അയിന്ന് കാണുമ്പോൾ കുത്തി പാട് വരുന്നു. ഈ വിനീരെ തലക്കിട്ട് കുത്തിയതൊക്കെ ശരിയാവും. ഇല്ല ഗൈസ്, ആൾട്ടോ ബിൽഡ് എടുത്ത് നോക്കാം. 90ലേക്ക് കുത്തിച്ചിരിക്കുകയാണ്. എൻ്റെ കയ്യിലുള്ള മഷിലാണ് ഉണ്ട് കേട്ടോ, ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ. ഇതാരാ 4 ടീം എടുത്തിക്കാൻ പറ്റും. വേറെ പുതിയ ഫോർമേഷൻ എടുക്കാം. നല്ലൊരു ലെഫ്റ്റ് വിങ് റൈറ്റ് വിങ് ഇരിക്കുകയില്ലേ. സെൻറ്റർ ഫോർവേഡ് നല്ല ഒരെണ്ണം ഇരിക്കണം. സെലക്ട് ചെയ്തിട്ട് ഇത് തന്നെ ഉപയോഗിക്കാം. എന്നിട്ടൊരു ആൾട്ടർ ബിൽഡ് കൊടുക്കാം. എന്നിട്ട് ഈ കുറേ വാഴയല്ല മരം കൊള്ളാം. അയ്യോ കൈ കയറി എവിടെയൊക്കെ തട്ടുന്ന കീ അക്കൗണ്ട് കാണിച്ചിരിക്കുക. അക്കൗണ്ട് ആക്കിയാലേ അങ്ങനെയുണ്ട് ബുദ്ധി. ഈ നമുക്ക് സെഞ്ചൂറിയൻസ് പോയി നോക്കാം. ഈ അക്കൗണ്ട് ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല. സെഞ്ചൂറിയൻസ് പഠിപ്പിക്കണ്ട എനിക്കറിയാം. ഓക്കെ സയൻസ് സെഞ്ചൂറിയൻസ് അവിടെ പോട്ട്. വിനീത തലക്കിട്ട് കൊടുത്താം. ഒന്നും അറിഞ്ഞില്ല. പോട്ട്. എക്സ്ചേഞ്ച് ചെയ്യാനാ ഈ അക്കൗണ്ട്. അക്കൗണ്ട് എനിക്ക് ഇതിൻ്റെ ആവശ്യമുള്ള പ്ലേസ് ഉണ്ട് കറക്റ്റ്. അല്ല 80 പ്ലേസ് ഇല്ലല്ലേ. എന്നാലും സീനില്ല കേസ്. നമ്മൾ 70 കൊടുക്കുന്ന സ്ഥലത്ത് 71 ജസ്റ്റ് കൊടുത്താണ് പോകുന്നത്. എന്തൊരു പിന്നെ മെയിനിൽ പോയാൽ എനിക്ക് ഈ അവൻ്റെ പേരെന്തിനും സീക്കോയാ ഡമ്പല്. ഒന്നും വേണ്ട. എന്തിനാണ് വെറുതെ കൊതിപ്പിക്കുക? കളിച്ച് ഒറ്റ ചാട്ടോ. കുഴപ്പമില്ല. 89 ട്രേഡബിൾ. നമുക്ക് ഇതിലുള്ള ട്രേഡബിൾ പൈസനെ എല്ലായിടത്തും വിറ്റാലേ. ഞാൻ അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കിയവനാണ്. പക്ഷെ നമുക്കിതിലൊരു പരിപാടിയുണ്ട്, അത് കാണിച്ചു തരാം. എന്തിനാണിക്ക് കുഴപ്പമില്ല. ഒരു പരിപാടി ഉണ്ട്. ക്യാഷ് എന്തിനാണ് ഈ 100 ഡയമണ്ട് തരണമെങ്കിൽ 1000 ഡയമണ്ട് അല്ലെങ്കിൽ കൊള്ളത്തില്ല. ക്വസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടല്ലോ. വിസിൽ മാനേജർ മോഡ് ഒരു കളി കളിക്കണം. ഇതൊക്കെ എന്താ ഡയമണ്ട് ഇട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ വിടരുത്.
എല്ലാം കയറി മേടിച്ചോണം. എല്ലാം മറ്റേ ഇതിൽ ഇതിൽ അത്യാവശ്യം കുറച്ചെണ്ണം കിട്ടും. ഈ പുള്ളി ഇനി ഒരെണ്ണം കൂടെ കിട്ടുമായിരിക്കും. കിട്ടി പായി. ഇനിയുണ്ടോ? ഇത് പൊളി. ഇത് നീ കുറച്ചും കുറേ കൊണ്ട് ഒരു 86-ൻ്റെ അതിന് ഒരു 90 വരെ കിട്ടും. ഇപ്പോൾ 15K നമുക്കൊരു നല്ല പാക്ക് കൊടുക്കാം. ആയി കാണും. ഇത് ലാസ്റ്റാണ്. ഇനി വേറെ ഒന്നും ഡയമണ്ട് കിട്ടും. ഇത് വേണ്ട, ഇതൊന്നുമില്ല. ഇതൊരു 15K കഴിഞ്ഞാണ്. 18K കുറച്ചും കൂടെ വെച്ചാൽ നമുക്ക് വേണ്ട. നല്ല നല്ല പാക്കും ഉണ്ടാകും തുറക്കാൻ പറ്റി. അൺട്രേഡബിൾ ആയാലും കുഴപ്പമൊന്നുമില്ല. നല്ലത് UCL അൺട്രേഡബിൾ ഉണ്ട്, UCL ട്രേഡബിളും ഉണ്ട്. ഇതിന് അൺട്രേഡബിൾ ഒന്നും ഇല്ലേ? ഇത് കൊടുക്കണേ കാട്ടി തന്നെ ഞാൻ പോയി തൂങ്ങിച്ചോ. ഇല്ല 90 അങ്ങനെ അവന്മാരെന്ന് അവിടെ നിന്ന് ടോപ്പ് ഇവൻറ്റ്സ് എന്തിനുണ്ട്? മതിയാ. ഇതങ്ങോട്ട് തുറന്നാലോ? 20K എന്തരടേ ഇത്? ഞാൻ വല്ലതും തുറക്കാൻ വരുമ്പോൾ ഇവർ അൺട്രേഡബിളേ ഉള്ളൂ. ഈ MLS ഇതെന്തൊരു ഹായ് കൊള്ളാലേ, നല്ല പരിപാടിയാണല്ലേ. ഒരു ലോകമായ 1000 ഫ്രീ. ഈശ്വര ഗായ്സ്, ഒരു കുറച്ചൊരു ഡയമണ്ട് ആണെങ്കിൽ തരൂ. എനിക്ക് പോയി കുറച്ച് ഇവിടെ നിന്ന് ഒരു 160 ഡയമണ്ട് കിട്ടണം. കിട്ടണമല്ലോ. നമുക്ക് മറ്റേ വെടി ഇറങ്ങി എവിടെയെങ്കിലും പോയി വാങ്ങാം. ഇതൊരു 100 കിട്ടും. ഓക്കെ ഗായ്സ്, ഒരു 50 ഡയമണ്ട്. ഇവിടുത്തെ കുറേ ഉണ്ട്. ഓക്കെ ഗായ്സ്, നമുക്ക് പോയി മറ്റേ സ്റ്റോറി പോയിട്ട് ഗായ്സ് ആ പാക്ക് പറഞ്ഞ കിട്ടിയ പൊളിക്കും ഗായ്സ്. കൈയും കാലൊക്കെ നല്ലോണം വിറക്കുന്നുണ്ട്. കുഴപ്പമില്ല. 2 പാക്ക് ഗായ്സ്. ഓക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഡയമണ്ട് കൊണ്ട് പോവാം. ഇല്ല ഗൈസ്, നല്ല പ്ലെയറിന് കിട്ടും ഗൈസ്. ഇത് എൻ്റെ പൈസ പെട്ടെന്നൊന്ന് മേടിച്ചു ഗൈസ്. ഞാൻ ആലോചിക്കണം ഈ വാക്കൗട്ട്, പക്ഷേ പെട്ടെന്ന് രീതിയിൽ ആലോചിക്കുന്നില്ല. അതൊക്കെ അത്രയേ ഉള്ളൂ. അർജൻറ്റീന അയ്യോ ഗായ്സ്, മെസ്സി എന്ന് പറയാൻ പറ്റില്ല. മെസ്സിയാണെന്ന് വിചാരിച്ചു ഗൈസ്. എന്ത് ചെയ്യാന്നാണ്? ഇവരൊക്കെ തൂക്കിക്കൊന്നു കേട്ടാ. അർജൻറ്റീന സെൻട്രൽ മിഡ് കണാവണേ ഏതോ ഒരു സാധനം. നമുക്ക് ടി വി വല്ലതും ഉണ്ടാകുന്നുണ്ടോ? ആൾട്ടോ ബിൽഡ് അയ്യടമനമേ, തീപ്പെട്ടി കൊല ഒരിക്കുമ്പോൾ കത്തിയില്ല. എന്താണ് ആരായിരുന്നു? എവനല്ലേ അവൻ? യെസ്, നമുക്കപ്പം ടീം എഡിറ്റിങ് ഇപ്പോൾ എനിക്ക് സെൻറ്റർ അറ്റാക്കിങ് കൊണ്ടുള്ള ഇതല്ല. ഇത് ഇവിടെ ഒരെണ്ണമുണ്ടല്ലേ. പൊളിക്ക് സ്വീറ്റ് ആയിരിക്കും. സെലക്ട് ചെയ്തിട്ട് വാട്ടർ ബുള്ളറ്റ് അടിച്ചുവിടാം. എൻ്റെ മോനെ ചോവയായിരുന്നു കൂടിയില്ല ഗൈസ്. യോമാരിൽ അടിച്ചോളെ. ഓടെ എന്നിട്ടും കൂടിയില്ല. എന്ന് നമുക്ക് യവനെ അങ്ങോട്ട് റാങ്ക് ചെയ്തോളെ. 2 ഭാഷയിലാണ് ഇരിക്കുന്നത്. പിന്നെ എന്താ അവസ്ഥ? ഞാൻ എല്ലാവരും വിചാരിച്ചു അവരെ പറ്റി. നമുക്കെന്തായാലും ഒരു 95ൻ്റെ പ്ലെയറിനെ തോന്നില്ലേ? അത് മതി. 94 തന്നില്ലേ? ചിലപ്പോൾ 94ൻ്റെ ആരെങ്കിലും എന്തെങ്കിലുമില്ല. സ്കിൽ പോയിൻ്റ് ഷൂട്ടി കൊടുക്കാം. പിന്നെ 1 ട്രിപ്പിളിങ്ങിലും കൊടുക്കാം. ഓക്കെ, ഇനി ഡയമണ്ട് കിട്ടുമോ? വേറെ വല്ല ആയിരിക്കണം അല്ലേ? അല്ലാതെ എപ്പോഴും ഡയമണ്ട് വരും അയ്യാ. വല്ല കുഴപ്പമുണ്ടാകുമായിരുന്നു. KBFC എന്തൊരു പേര്? അത് മറ്റേ നമ്മളെ കേരള ബ്ലാസ്റ്റേഴ്സ്
എനിക്ക് അപ്പം ഈ ടീം പോയില്ലെന്ന് പറയും. ഇതെൻ്റെ ഞാൻ പറഞ്ഞുതരാം, ഇതെൻ്റെ ഫസ്റ്റ് അക്കൗണ്ടാണ്. ഇത് പറയാം സത്യത്തിൽ എൻ്റെ ഇസി മൊബൈൽ ഫസ്റ്റ് അക്കൗണ്ടാണ്. ഇതിങ്ങനെ കിടന്ന് നമ്മളിങ്ങനെ അത് കളഞ്ഞിട്ട് പോരുത്. ഇതൊക്കെ നല്ല അടിപൊളി സാധനമാണ്. 80+ പ്ലേയേഴ്സിനെ കിട്ടിയിരിക്കും. സെഞ്ചുറിയൻസിൻ്റെ പ്ലേയേഴ്സ് ഇല്ല. ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ശരിയാണല്ലേ ഈ അക്കൗണ്ട്. നോ പ്രോബ്ലം. ഉണ്ടാ കഴിഞ്ഞില്ല, നമ്മൾ പുതിയതായിട്ട് വന്ന പ്ലേസിനെ കൊടുത്ത്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. എനിക്ക് സന്തോഷമായി കാണൂലേ. ഇതാണ് സാധനം ഞാൻ ആഗ്രഹിച്ചിരുന്നത്. ഒന്നും തന്നില്ലേ, അമ്മന്നിരുന്ന് കരയാ. അയ്യോ മെസ്സി ആയിരുന്നു. നാട്ടിലായാലും മതി, ആരോണ്ടുള്ള ഫാനാണ്. പിന്നെ താങ്ക് യു ഗൈസ്. ഇതെങ്ങനെ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യും ഗൈസ്? ഇത് ഭയങ്കര നമുക്ക് ഒരു മാനേജറും കൂടി കളിക്കാമോ? അത് നിങ്ങൾക്ക് ഭയങ്കര ഇതാവും ഗൈസ്. അതുകൊണ്ട് നമുക്ക് അത് അടുത്ത ഇതിൽ നോക്കാം, അടുത്ത വീഡിയോയിൽ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയില്ല, ലൈക്ക് അടിക്കുക സംഭവം പറഞ്ഞ ഓർമ്മയില്ല. എന്നാലും നിങ്ങൾ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ എനിക്ക് പറയാനുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്തോ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷെ എനിക്ക് അബദ്ധം പറ്റി, ഞാൻ അടിച്ച് വെളിയിൽ പോയി. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും അതുകൊണ്ട് അത് മറ്റേ അക്കൗണ്ടായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നാലും ആ അക്കൗണ്ട് ഞാൻ അടിച്ച് കളയണ്ടേ ഗൈസ്, ഭയങ്കര വിഷമമുണ്ട്. ഇതായിരുന്നു ഇത് ആദ്യം കളിച്ചപ്പോൾ എനിക്ക് മനസ്സിലായില്ല. ഈ തുളയെ കൂടെ തന്നെ അടിച്ച് കയറ്റണം. അതാണ് ഇതിൻ്റെ നമ്മൾ ഈ ബോക്സിൻ്റെ അകത്ത് എത്തുമ്പോൾ ഈ തുളയുടെ അടുത്ത് അടിച്ച് കയറ്റണം. അപ്പം മറ്റേ സാധനം ഫ്രണ്ടിൽ കയറി നിന്ന് അടിക്കാൻ പറ്റില്ല. ഗോളി പോലെ ഫ്രണ്ടിൽ വന്ന് നിൽക്കും. അത് മാറിപ്പോകുമ്പം നമ്മളങ്ങ് അടിച്ചു പോകണം. അത്രയേ ഉള്ളൂ. അതൊക്കെ അത്രയേ ഉള്ളൂ. അത് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം ഇനി നമുക്ക് ഞാൻ എന്തിനു ചെയ്യുന്നത്? നമുക്ക് MLS എക്സ്ചേഞ്ചിൽ പോയിട്ട് ഇത് തന്നെ, ഇതിനാണ് വന്നത്. മറന്നു. ഇതിൻ്റെ മറവിയാണ് ഈ കളിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. യൂസ് ചെയ്യല്ല ഒക്കെ എഴുതാണ്. എനിക്ക് വയ്യ. എൻ്റെ യൂസ് ചെയ്യലെന്ന് പറയാം അങ്ങ് ഏറിലാണ് പ്രതീക്ഷിച്ചത്. തന്നതാണെങ്കിൽ ഏതോ ഇതായിരുന്നു വെച്ചാൽ എനിക്കത് കൂടെ കേട്ടോ. ആരെങ്കിലും അറിയാമെങ്കിൽ പ്രത്യേകം ചെയ്യണ്ട. എനിക്ക് അവനെ ട്രെയിൻ ചെയ്ത് നോക്കാം. ഇവൻ്റെ എല്ലാം കുറവാണ്. പക്ഷേ ഡ്രിബിളിങ് അത് ഞാൻ കാര്യത്തിൽ കൊടുത്തായിരുന്നു. ഷൂട്ട് കൊടുത്തിട്ടും അൾട്ടോ സെലക്ട് മാക്സ്ഡാ. എല്ലാ പ്ലേസും പോകും അതിൻ്റെ കൂടെ. ഇതെല്ലാം മോനടി. എൻ്റെ മോനെ ഒന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇത്രയായി. ഇനി ഇത് മസാല ഇത്രയൊന്നും വേണ്ട. നീ പതുക്കെ കളിച്ച് കയറിയേ. ഇത് മസാല എവിടെ ആരെയും വേണ്ടേ? ഇത്രയേ ഉള്ളൂ. കില്ലടിയായി.
ഇനി അവനെ പിടിച്ചെടുത്താൽ ആരെങ്കിലും പറ്റും. അപ്പം ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്താൻ വരുന്നത്. നല്ല സ്ട്രെങ്ത് ആയിട്ടുണ്ട് വീഡിയോക്ക്. 25 മിനിറ്റ് കണ്ടായിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോൾ ഈ അക്കൗണ്ട് തന്നെ കളിക്കണോ വേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൽ കൂടെ നോക്കാം ഏത് അക്കൗണ്ടിൽ കളിക്കണമെന്ന്. ഇത് നമ്മളെന്തായാലും ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നതാണ് ഗൈസ്. അപ്പോൾ നോക്കാം. ഗുഡ് ബൈ.